ആർ ഷിജിത്ത് ആലപ്പുഴയിൽ നിന്നുകൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷിജിത്ത്, ആ, ആലപ്പുഴയിൽ നിന്നുള്ള കടലോര മേഖലകളിൽ നിന്നുള്ള മറ്റു വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായ ആറാട്ടുപുഴ മുതൽ വടക്ക് അന്ധകാരന വഴിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കടലേറ്റം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കടൽ ഇന്നലത്തെ അപേക്ഷിച്ച് ശാന്തമാണെന്ന് പറയാം. എന്നാൽ വേലിയേറ്റം ആരംഭിക്കുന്നതോടുകൂടി ഉച്ചയോടുകൂടിയാണ് വേലിയേറ്റത്തിന്റെ ആഘാതം തീരങ്ങളിൽ വരാറുള്ളത്. അതുകൊണ്ട് ഉച്ചയോടുകൂടി വീണ്ടും തിരയടി ശക്തിപ്പെടുമെന്നൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലത്തെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും മറ്റുമാണ് പലയിടങ്ങളിൽ നടക്കുന്നത്. തിര ശക്തമായ തുടർന്ന് തിര റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കുമൊക്കെ അടിച്ചു കയറി വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയാണ് ആറാട്ടുപുഴയിൽ, തൃക്കുന്നപ്പുഴയിൽ, ഒപ്പം ചേർത്തല പള്ളിത്തോടുമൊക്കെ ഉള്ളത്. ആലപ്പുഴ പുറക്കാട് വളഞ്ഞ വഴിയിലും ശക്തമായ കടലാക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഇന്നലെ മാത്രം 10 വീടുകൾ ഭീഷണിയിലായി നിൽക്കുകയാണ്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയാണുള്ളത്. ഇനിയും ശക്തമായ തിരടി ഉണ്ടായാൽ ഈ വീടുകൾ തകരുന്ന സ്ഥിതി ഉണ്ടാകും. പ്രദേശത്ത് പുലിമുട്ട് സ്ഥാപിക്കണമെന്നുള്ളത് നേരത്തെ മുതൽ പ്രദേശവാസികളുടെ ആവശ്യമാണ്. പുലിമുട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA-ക്കും മന്ത്രിക്കുമൊക്കെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹരിക്കാമെന്ന ഉറപ്പ് മാത്രമാണ് ലഭിച്ചത്. ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഈ വളഞ്ഞവഴി മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. ഇത്തരത്തിൽ കടലാക്രമണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വേലിയേറ്റമാണ് ഇപ്പോഴത്തെ കടലാക്രമണത്തിന്, ഈ വേനൽക്കാലത്തെ കടലാക്രമണത്തിന് കാരണമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പൊക്കെ പറയുന്നത്. ആർ ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.